ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നയൻത് ചാപ്റ്ററായ നമ്പർ റിലേഷൻസ് സംഖ്യാബന്ധങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ പാർട്ട് 2 നോക്കാം. റിമൈൻഡർ എന്താണ്? റിമൈൻഡർ അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ മിച്ചം എന്ന് പറയും. എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിസ്സിൻ്റെ കയ്യിലൊരു 5 രൂപയുണ്ട്. ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? 2 രൂപയുടെ മിഠായി വാങ്ങി. എത്ര മിഠായി കിട്ടും എനിക്ക്? 2 മിഠായി കിട്ടും അല്ലേ? ബാക്കി എത്രയാണ് അവിടെ കിട്ടുക? 2 രൂപയുടെ 2 മിഠായി കിട്ടും. ബാക്കി 1 രൂപ എനിക്ക് അവിടെ കിട്ടും. ആ 1 രൂപയെയാണ് എന്ത്? റിമൈൻഡർ അല്ലെങ്കിൽ മിച്ചം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൽ വരുന്നതിന് റിമൈൻഡർ എത്രയാണ് അല്ലെങ്കിൽ മിച്ചം എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റത്തത് 37 ഹരണം 10, 37 ഡിവൈഡഡ് ബൈ 10. ഇങ്ങനെയാണ്. 37ൽ എത്ര 10 ഉണ്ട്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക അല്ലേ? 37ൽ 3 10 ആണുള്ളത് അല്ലേ? 3 തന്നെ. അതിന് നമ്മൾ 10 ഇൻറ്റു 3 എന്നെഴുതി. 10 ഇൻറ്റു 3 പിന്നെ എന്താണ്? പ്ലസ് 7 അല്ലേ? പിന്നെ അതിന് കൂടെ 7 കൂട്ടുമ്പോഴാണ് എന്ത്? 37 ആകുന്നത്. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ് വരുന്നത്? ഈ 7നെയാണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുക. ഓക്കെ. ഇനി 425 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 425ൽ എത്ര 10 ഉണ്ട്? 425ൽ 42 ആണ് അല്ലേ? അതായത് 10 ഇൻറ്റു 42 420 വരും. ബാക്കി ഇവിടെ 5 ബാലൻസ് ഉണ്ട്. പിന്നെ പ്ലസ് 5 അതിനെഴുതി. റിമൈൻഡർ അവിടെ എത്രയാണ്? 5 ആണ് അവിടെ റിമൈൻഡർ വരുന്നത്. ഇനി നോക്കിക്കേ, 82 ഇൻറ്റു 10. 82 ഇൻറ്റു 10ൽ എത്ര 10 ഉണ്ട്? 82ൽ എത്ര 10 ഉണ്ട്? 10 ഇൻറ്റു 8 വരും അല്ലേ? 10 ഇൻറ്റു 8 എത്രയാണ്? 80 ആണ്. 80 ആണ്. പിന്നെ എന്ത് ചെയ്യാം? പിന്നെ അതിലേക്ക് പ്ലസ് 2 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത്? 82 വരുന്നത്. അപ്പോൾ അവിടെ എത്രയാണ് മക്കളെ? റിമൈൻഡർ എത്രയാണ് വരുന്നത്? 2 ആണ് അവിടെ റിമൈൻഡർ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി നമ്പർ ബൈ 10 ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ. ഏതൊരു നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന റിമൈൻഡർ, മിച്ചം എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും, ലാസ്റ്റ് നമ്പർ ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ നമുക്ക് റിമൈൻഡർ എ ആണ് കിട്ടിയിട്ടുള്ളത്. ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എ അല്ലേ? അതുപോലെ ഇവിടെ 425ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലേ? റിമൈൻഡർ നമുക്ക് 5 ആണ് കിട്ടിയിട്ടുള്ളത്. 82ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 അല്ലേ? റിമൈൻഡർ നമുക്കിവിടെ 2 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്പർ ഡിവൈഡഡ് ബൈ 100. ഒരു നമ്പറിനെ 100 കൊണ്ട് ഹരിക്കുമ്പോഴുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് 429 ഡിവൈഡഡ് ബൈ 100 അല്ലേ? 429 ഡിവൈഡഡ് ബൈ 100. 429ൽ എത്ര 100 ഉണ്ട്? 4 100 ഉണ്ട്. അതായത് 4 ഇൻറ്റു 100 ആണ് എന്ത്? 400 എന്ന് പറയുന്നത്. ബാക്കി അവിടെ എത്രയാണ് ബാലൻസ്? 29. 29 ആണ്. പ്ലസ് 29 ആണ് അവിടെ ബാലൻസ് വരുന്നത്. അപ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 29 ആണ് റിമൈൻഡർ വരിക. അതുപോലെ 7654 ഡിവൈഡഡ് ബൈ 100 അല്ലേ? 7654 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7654 എത്ര 100 ഉണ്ടായിരിക്കും? 76 100 ആണ് ഉണ്ടായിരിക്കുക. 76 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 7600 കിട്ടും. ബാക്കി അവിടെ എത്രയാണ് ബാലൻസ്? 54 ആണ് അവിടെ ബാലൻസ് വരിക. 54 ആയിരിക്കും എന്തെന്ന് പറയുന്നത് റിമൈൻഡർ. അപ്പോൾ 54 ആണ് വരിക. ഇനി നോക്കിക്കേ, 82,647 അല്ലേ? ഇതിൽ എത്ര 100 ഉണ്ടാവും? എത്ര ഉണ്ടാവും? 826 100 വരിക. 826 100. 826 ഇൻറ്റു 100 വരുമ്പോൾ എത്രയാണ് വരിക? 82,600 വരും അല്ലേ? 82,600 വരും. അപ്പോൾ ഇവിടെ ബാലൻസ് എത്രയാണ്? 47 ആണ് ഇവിടെ ബാലൻസ് വരിക. അതായത് റിമൈൻഡർ 47 വരും. ഇനി നോക്കിക്കേ, 4376 ഡിവൈഡഡ് ബൈ 100 വരും. 4376 ഡിവൈഡഡ് ബൈ 100 വരുമ്പോൾ എത്ര 100 അവിടെ ഉണ്ട്? 43 100 ഉണ്ടാവുക. 43 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 4300 കിട്ടും. പിന്നെ ബാക്കി എത്ര ഉണ്ടാവും? പ്ലസ് 76 അവിടെ ബാക്കി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 76, 76 ആണ് ഇവിടുത്തെ റിമൈൻഡർ വരുന്നത്. ഇനി ഒന്ന് നോക്കിക്കേ, ഫോർ എനി നമ്പർ വിത്ത് 3 or more digits, the remainder on dividing it by 100 is the number formed by the last 2 digits. എന്താണ് പറയുന്നത്? 2 അതായത് 3 അതിലധികമോ നമ്പേഴ്സ് ഉള്ള
ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ മിച്ചം എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പറിൻ്റെ ലാസ്റ്റിലെ 2 നമ്പേഴ്സ് ആയിരിക്കും. അതായത് നോക്കിക്കേ, 425 റിമൈൻഡർ 29 ഈ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 2 നമ്പറാണ് ഇതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. 7654 ലാസ്റ്റത്തെ ഈ 2 നമ്പർ 54 ഇവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. 82647 ലാസ്റ്റത്തെ 47 ഇവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇവിടെ ലാസ്റ്റ് നമ്പറായി 76 ഇവിടെയും റിമൈൻഡർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ 5. നമ്പേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് 24 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 24ൽ എത്ര 5 ഉണ്ട് മക്കളെ? 5 × 4 ആണ് 25. 5 × 4 എത്രയാണ്? 20 ആണ് അല്ലേ? 5 × 4 20 ആണ്. ബാക്കി 4 ബാലൻസ് ഉണ്ട്, +4. അപ്പോൾ റിമൈൻഡർ എത്രയാണ് വരിക? 4 ആണ് അവിടെ റിമൈൻഡർ വരിക. ഇനി 32 ഡിവൈഡഡ് ബൈ 5 വരുമ്പോഴോ 32ൽ എത്ര 5 ഉണ്ട്? 5 × 6 30 വരും. അവിടെ ബാലൻസ് 2 വരും, +2 അല്ലേ? റിമൈൻഡർ എത്രയാണ് അവിടെ വരിക? 2 ആണ് റിമൈൻഡർ വരിക. ഇനി 26ലാണെങ്കിലോ 26ൽ 5 × 5 25 വരും. ബാക്കി അവിടെ ബാലൻസ് 1 വരും അല്ലേ? അതിനെയാണ് 1 ആണ് അവിടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇനി 17 ഡിവൈഡഡ് ബൈ 5. 17 അപ്പോൾ എന്ത് വരും? 5 3 15 വരും അല്ലേ? ബാക്കി അവിടെ ബാലൻസ് 2 ആണ് ഇവിടെ റിമൈൻഡർ ആയിട്ട് വരിക. അതുപോലെ 35 ഡിവൈഡഡ് ബൈ 5 വരുമ്പോൾ 5 എത്രയാണ്? 5 35 വരും അല്ലേ? അപ്പോൾ അവിടെ റിമൈൻഡർ ആയിട്ടുണ്ടോ? ഇല്ല. റിമൈൻഡർ എന്താണ് അവിടെ? 0 ആണ് വരുന്നത്. ലാസ്റ്റ് നോക്കിക്കേ, ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 5 ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ നമ്പർ ബൈ 5 ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഇറ്റ് സെൽഫ്. If the last digit is greater than or equal to 5, the remainder is 5 subtracted from the last digit. എന്താണ് പറയുന്നത്? ഒരു നമ്പറിൻ്റെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നമ്പർ എടുക്കുക. ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5നേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ, ലെസ് ദാൻ കുറവാണെന്നുണ്ടെങ്കിൽ ആ സെയിം നമ്പർ തന്നെ ആയിരിക്കും അവിടെ റിമൈൻഡർ ആയിട്ട് വരും. 24 ഇപ്പോൾ 5നേക്കാൾ കുറവാണ്. അപ്പോൾ ഇവിടെ ഈ 4 ഇവിടെ റിമൈൻഡർ ആയിട്ട് വരിക. ഓക്കെ. ഇനി 5നേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ ഈക്വൽ ടു ആണ്, 5നേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണെന്നുണ്ടെങ്കിൽ റിമൈൻഡർ എന്താണ് വരിക? ആ നമ്പറിൽ നിന്നും 5നെ മൈനസ് ചെയ്തതാണ്. ലാസ്റ്റ് നമ്പറിൽ നിന്നും 5നെ മൈനസ് ചെയ്തതാണ്. ഇവിടെ 26 ആണല്ലേ വന്നിട്ടുള്ളത്. ഇതിൽ ലാസ്റ്റ് നമ്പർ 5നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 6ൽ നിന്നും 5 മൈനസ് ചെയ്യുക. എത്രയാണ്? 1 ആണ് കിട്ടുക. അപ്പോൾ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ ലാസ്റ്റ് എന്താണ്? 5 ആണല്ലേ? ഈക്വൽ ആണിത്. അപ്പോൾ 5ൽ നിന്നും 5 മൈനസ് ചെയ്താൽ എന്താണ്? 0 ആണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എത്രയാണ്? 0 ആണ് വരുന്നത്. നെക്സ്റ്റ്, നമ്പർ ഡിവൈഡഡ് ബൈ 2. നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? അതായത് ഈവൻ നമ്പേഴ്സിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ് ആൻസർ ആയിട്ട് വരിക. 2 ഡിവൈഡഡ് ബൈ 2 നോക്കിക്കേ, 0 ആണ് വരുന്നത്. 4നെ ഡിവൈഡഡ് ചെയ്യുമ്പോൾ 2 × 2 ആണ് 4. അപ്പോൾ അവിടെ 0 ആണ് വരുന്നത്. ഓഡ് നമ്പേഴ്സിൻ്റെ കേസാണ് എന്നുണ്ടെങ്കിൽ എന്താണ് വരിക? ഓഡ് നമ്പേഴ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അവിടെ 1 ആയിരിക്കും റിമൈൻഡർ ആയിട്ട് വരിക. 3 × 2, 3 ഡിവൈഡഡ് ബൈ 2 നോക്കിക്കേ, 2 × 1 ആണ് 2 വരുന്നത്. ബാക്കി അവിടെ +1 ബാലൻസ് ആണ്. അപ്പോൾ റിമൈൻഡർ 1 ആണ്. 5 ഡിവൈഡഡ് ബൈ 2 നോക്കിയാലും 2 × 2 ആണ് 4 വരുന്നത്. അവിടെ 1 റിമൈൻഡർ ആണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ കേസിലാകുമ്പോൾ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ റിമൈൻഡർ 1 ആയിരിക്കും. ഈവൻ നമ്പേഴ്സിൻ്റെ കേസിൽ ഇരട്ട സംഖ്യകളാകുമ്പോൾ അവിടെ എന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും. ഇനി പോയിന്റ് ഒന്ന് നോക്കിയേ, ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 ദെൻ ദ നമ്പർ ഇറ്റ് സെൽഫ് ഈസ് ഡിവിസിബിൾ ബൈ 2. ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2 ദ റിമൈൻഡർ ഈസ് 1 ഓൺ ഡിവിസിബിൾ ബൈ 2. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് നമ്പർ എടുക്കുക. ആ ലാസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ. ഇനി കഴിയുന്നില്ല എന്നാണെങ്കിൽ അവിടെ റിമൈൻഡർ എന്താണ്? 1 ആണ് വരിക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 27 എടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ഈ 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാവും കിട്ടുക?
സെവനിൽ എത്ര 2 പോകുന്നുണ്ട്? 3 ഇൻറ്റു 2 6 വരുന്നുണ്ട് അല്ലേ? 3 ഇൻറ്റു 2 6 വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 3 ഇൻറ്റു 2 6 വരും. ബാക്കി എത്രയാണ് ഇവിടെ 7ൽ റിമൈൻഡർ ആയിട്ടുണ്ടാവുക? +1 ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. 27ൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഫോർ എനി നമ്പർ വിത്ത് 2 ഓർ മോർ ഡിജിറ്റ്സ് the remainder on dividing it by 4 is the remainder on dividing the last 2 digits of the number by 4. ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ നമ്പറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്, ലാസ്റ്റിലെ 2 നമ്പർ എടുത്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താണോ ആൻസർ കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത്, മിച്ചം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നോക്കിക്കേ, നേരത്തെ പറഞ്ഞ പോലെ 29 അല്ലേ? 29 ഡിവൈഡഡ് ബൈ 4. ലാസ്റ്റ് നമ്പർ എടുക്കുക, ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. 29 ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 29 തന്നെയാണ്. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. 29ൽ എത്ര 4 ഉണ്ട്? 4 ഇൻറ്റു 7 ആണ് അല്ലേ? 4 ഇൻറ്റു 7 എത്രയാണ് വരുന്നത്? 28 ആണ് 4 ഇൻറ്റു 7 വരുന്നത്. പിന്നെ +1 വരും. അപ്പോൾ എത്രയാണ്? 1 ആണ് ഇവിടെ റിമൈൻഡർ വരിക. 29 റിമൈൻഡർ 1 ആണ് വരിക. ഇനി കുറച്ച് വലിയ നമ്പർ നോക്കാം. 329 ഡിവൈഡഡ് ബൈ 4 അല്ലേ? ഇതിൽ 29നെ നമുക്ക് എടുക്കാം. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 29 ആണ്. 29 എങ്ങനെയാണ്? 4 ഇൻറ്റു 7 28 ആണ് വരിക. +1 അവിടെ 1 റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ എത്രയാണ് അവിടെ റിമൈൻഡർ വരിക? 1 ആണ് വരിക. അതായത് 329ൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആയിരിക്കും. മിച്ചം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി നോക്കിക്കേ, 119 ചെയ്ത് നോക്കാം നമുക്ക്. 119. ഓക്കെ, 119 ഡിവൈഡഡ് ബൈ 4 അല്ലേ? 4 ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക 19. 19ൽ എത്ര 4 ഉണ്ട് നോക്കിക്കേ. 4 ഇൻറ്റു 4 അല്ലേ? 4 ഇൻറ്റു 4 16 അല്ലേ? 4 ഇൻറ്റു 4 16 അല്ലേ? പിന്നെ എത്ര വരും? പ്ലസ് നമുക്ക് 110 ഹരണം 4 ചെയ്ത് നോക്കാം. 119 ഹരണം 4 ചെയ്ത് നോക്കാം. നോക്കിക്കേ, 119 ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. 19ൽ എത്ര 4 വരുന്നുണ്ട്? 4 ഇൻറ്റു 4 4 ഇൻറ്റു 4 16 ആണ്. 4 ഇൻറ്റു 5 എത്രയാണ്? 20 ആണ്. 19നേക്കാൾ കൂടുതലാണ് അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 4 16 ആണ്. ഓക്കെ, പിന്നെ അതിലേക്ക് ബാലൻസ് എത്രയാണ് വരുന്നത്? 16 ആണ്. 17 18 19 ഇവിടെ എത്ര വരും? 3 ബാലൻസ് വരും അല്ലേ? അപ്പോൾ എത്രയാണ്? 3. ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 119ൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് റിമൈൻഡർ ആയിട്ട് വരിക.